ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 4-ലെ സൂ ജിയോഗ്രഫിയിലെ ബയോ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. വീഡിയോയിലേക്ക് ഇന്ത്യയുടെ ജൈവ ഭൂപ്രകൃതിയുടെ വർഗീകരണം അഥവാ ബയോ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യപ്രകൃതി, അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികൾ, ഉരകങ്ങൾ, പ്രാണികൾ, മറ്റു സൂക്ഷ്മജീവികൾ എന്നിവയെ അടിസ്ഥാനമാക്കി നമ്മുടെ രാജ്യത്തെ പ്രധാനമായിട്ട് 10 മേഖലകളായി തിരിക്കാം. അതിൽ 2 നമുക്ക് പഠിക്കാനുള്ളത്. 10 മേഖലയാണ് ടോട്ടൽ കാണപ്പെടുന്നത്. ഈ 10 മേഖലകളിൽ ഓരോന്നിലും വനങ്ങൾ, പുൽമേടുകൾ, തടാകങ്ങൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ, പർവ്വതങ്ങൾ, കുന്നുകൾ എന്നിങ്ങനെ വിവിധ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റം കാണാൻ കഴിയും. ഈ 10 മേഖലകളിൽ വിവിധ എക്കോസിസ്റ്റംസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രധാനപ്പെട്ട 10 ഭൂപ്രകൃതി മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ട്രാൻസ് ഹിമാലയൻ മേഖല, അതുപോലെ രണ്ടാമത്തത് ഹിമാലയൻ മേഖല, മൂന്നാമത്തെ മരുഭൂമി മേഖല, നാലാമത്തെ സെമി ഏറിഡ് അല്ലെങ്കിൽ അർദ്ധ വരണ്ട മേഖല, 5 വെസ്റ്റേൺ ഘട്ടം പശ്ചിമഘട്ടം, 6 ഡെക്കാൻ പെൻസുല, 7 ഗംഗാ സമതലം, 8 വടക്ക് കിഴക്ക് മേഖല, 9 ദ്വീപുകൾ, 10 തീരപ്രദേശം. എന്നിങ്ങനെ 10 മേഖലകളായിട്ടാണ് ഇന്ത്യയിലെ ഭൂപ്രകൃതി മൊത്തത്തിൽ നമ്മൾ വർഗീകരിച്ചിരിക്കുന്നത്. ഈ 10 മേഖലകൾ പെട്ടെന്നൊന്ന് ഓട്ടിച്ച് എന്താണെന്ന് പഠിക്കാം. നമുക്ക് സിലബസ് തന്നിരിക്കുന്നത് 2 മേഖലയാണ് ഉള്ളത്, വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും. എന്തായാലും ഓരോന്നിന്റെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ഒന്നാമത്തെ ട്രാൻസ് ഹിമാലയൻ മേഖല, ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന, ഏകദേശം കോൾഡ് ഡെസേർട്ടുകൾ, തണുത്ത മരുഭൂമിയുടെ അവസ്ഥയിൽ കാണപ്പെടുന്ന, വളരെ കുറച്ച് മാത്രം സസ്യജാലങ്ങൾ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് ട്രാൻസ് ഹിമാലയൻ മേഖല എന്ന് പറയുന്നത്. ഹിമാലയൻ മേഖല എന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വതനിരയെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. അതായത് ഹിമാലയ പർവ്വതം വരുന്ന ഭാഗമാണ്. മിതശീതോഷ്ണ വനങ്ങൾ മുതൽ ആൽപൈൻ പുൽമേടുകൾ വരെയുള്ള വിവിധ ഡൈവേഴ്സിറ്റിയിലുള്ള ആവാസ വ്യവസ്ഥകൾ എക്കോസിസ്റ്റം കാണപ്പെടുന്ന ഭാഗമാണ് ഹിമാലയൻ മേഖല. അടുത്താണ് മരുഭൂമി മേഖല. പേര് കേൾക്കുമ്പോൾ അറിയാം, വരണ്ട പ്രദേശം അല്ലെങ്കിൽ സെമി എയർഡ് കണ്ടീഷനുള്ള പ്രദേശങ്ങളായിരിക്കും. അത്യാവശ്യം സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്നുണ്ടാവുന്നു. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി. ഇതുപോലുള്ള പ്രധാന മരുഭൂമികൾ വരുന്ന ഭാഗമാണ് ഇത്. അർദ്ധ വരണ്ട മേഖല, സെമി എയറിഡ് കണ്ടി, മരുഭൂമിക്കും ഈർപ്പമുള്ള പ്രദേശങ്ങൾക്കും ഇടയിലുള്ള ഒരു പ്രവർത്തന മേഖലയാണ്. അതായത് മരുഭൂമിക്കും നല്ല ഈർപ്പമുള്ള പ്രദേശങ്ങൾക്ക് ഇടയ്ക്കുള്ള ഭാഗമായിരിക്കും. പുൽമേടുകളെയും കുറ്റിച്ചെടികളായിരിക്കും കൂടുതലായിട്ട് കാണും. പുൽമേടുകളും കുറ്റിച്ചെടികളോട് കൂടുതലായിട്ട് കാണപ്പെടും. അടുത്തതാണ് പശ്ചിമഘട്ടം. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. നിത്യഹരിത വനങ്ങളും ഇലവഴിയും വനങ്ങളും പുൽമേടുകൾ ഉൾപ്പെടെയുള്ള പല ഡൈവേഴ്സിറ്റി ഫോമിലുള്ള എക്കോസിസ്റ്റം കാണപ്പെടുന്ന ഭാഗമാണ്. ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് കൂടിയാണ് പശ്ചിമഘട്ടം. ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. അടുത്ത ഡെക്കാൻ പെൻസില, അവിടെയും വരണ്ട പ്രദേശമായിരിക്കും. ഇലവഴിയും വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. കുറ്റിച്ചെടികൾ, പുൽമേടുകളൊക്കെ കാണപ്പെടുന്ന ഒരു വലിയ പീഠഭൂമി, പ്ലേറ്റ് പ്രദേശമാണ് ഡെക്കാൻ പെൻസില എന്നറിയപ്പെടുന്നത്. ഗംഗാ സമതലം, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഒഴുകുന്നതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഫലഭൂഷമായ സമതല പ്രദേശങ്ങളെയാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. കാർഷിക ഭൂമിയും നദീതീര ആവാസ വ്യവസ്ഥയും വളരെ പ്രത്യേകതയാണ്. അടുത്തത് വടക്ക് കിഴക്ക് മേഖല, ഉയർന്ന മഴയും ഈർപ്പമുള്ള ഉഷ്ണമേഖല മഴക്കാടുകളും കുന്നുകളും താഴ്വരയും കാണപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. ദ്വീപുകൾ, സവിശേഷമായ ദ്വീപ് ആവാസ വ്യവസ്ഥയ്ക്ക് പേരുകേട്ട ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. തീരപ്രദേശം, നമുക്കറിയാം, കണ്ടൽക്കാടുകളും കടൽ തീരങ്ങളും അഴിമുഖങ്ങളും തുടങ്ങിയ ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് തീരപ്രദേശം. ഇങ്ങനെയുള്ള 10 മേഖലയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് പശ്ചിമഘട്ടവും. പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ട്സ്, ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന ഒരു പർവ്വത നിരയാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ട്സ് എന്നറിയപ്പെടുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇതിന്റെ പേര് സഖ്യാദ്രി എന്നും, എന്നാൽ കേരളത്തിൽ സഖ്യപർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1440 കിലോമീറ്റർ നീളവും ശരാശരി 900 മീറ്റർ ഉയരവുമുള്ള സഖ്യപർവ്വതം ഒരു അപൂർവ ജൈവ കലവറയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതൊരു സഖ്യപർവ്വതത്തിന്റെ ഒരു ഏകദേശം ഹൈറ്റും ഉയരവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ബയോഡൈവേഴ്സിറ്റി കാണപ്പെടുന്ന, അപൂർവമായിട്ടുള്ള പല ജീവജാലങ്ങൾ കാണപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് പശ്ചിമഘട്ടം. യുനെസ്കോ ജൂലൈ 1 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതിയിൽ ഉണ്ടായ തീരുമാനത്തിൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതൊരു പർവ്വത നിരയാണെന്ന് പറഞ്ഞു. നീണ്ടു കിടക്കുന്ന ഒരു പർവ്വത നിരയാണ്. ഗുജറാത്ത് മുതൽ കേരളത്തിന്റെ ഈ അറ്റം വരെ തമിഴ്നാട് ഉൾപ്പെടെ കാണപ്പെടുന്ന ഭാഗമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇടയ്ക്ക് ചെറിയ വിടവുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു പർവ്വത നിരയാണ്. അതായത് പാലക്കാട് ചുരം, ഗോവയിലും അതുപോലെ ചെങ്കോട്ടയിലും വരെ ചെറിയ ചെറിയ വിടവുകൾ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ പശ്ചിമഘട്ടം എന്നുള്ള തുടർച്ചയായ മലനിരകൾ തന്നെയാണ്. ദക്ഷിണ ഇന്ത്യയിലെയും പശ്ചിമഘട്ടത്തിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് വെച്ചത് ആനമുടിയാണ്. ഏകദേശം 2695 മീറ്റർ ഉയരമുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തു നിന്നും ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നു. അതായത് നിരവധി നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് അത് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരുന്നു. അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് മഴ കിട്ടാൻ കാരണമായത് ഈ സഖ്യപർവ്വതം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടമാണ്. ദക്ഷിണേന്ത്യയിലെ മിക്ക നദികളുടെയും ദൃഷ്ടി പ്രദേശം കൂടിയാണ് പശ്ചിമഘട്ടം. അതായത് മഴ ലഭിക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പല നദികളുടെയും ആ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സഖ്യപർവ്വതം അഥവാ വെസ്റ്റേൺ ഘട്ടം തന്നെയാണ്. ഗോദാവരി നദി, കാവേരി നദി, കൃഷ്ണ നദി തുടങ്ങിയ പ്രധാന നദികളെല്ലാം തന്നെ ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ് ഗോദാവരി, കാവേരി, കൃഷ്ണ. ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന കൃഷ്ണ നദിയാണ് പശ്ചിമഘട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും നീളം കൂടിയ നദി. പശ്ചിമഘട്ടത്തിൽ നിന്നുണ്ടാകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് കൃഷ്ണ നദിയാണ്. അത് മഹാബലേശ്വർ എന്ന ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഏകദേശം 1400 കിലോമീറ്ററാണ് ഒഴുകുന്നത്. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഇത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു നദിയാണ് തുംഗഭദ്ര നദി. ശരിക്കും പറഞ്ഞാൽ ഈ തുംഗ, ഭദ്ര എന്ന രണ്ട് നദികൾ ചേർന്നാണ് തുംഗഭദ്രയായിട്ട് മാറുന്നത്. കർണാടകയിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ നിന്നാണ് ഈ രണ്ട് നദികൾ ഉണ്ടാകുന്നത്. അവ കൂഡിൽ എന്ന സ്ഥലത്ത് വെച്ച് ചേർന്ന് സംഗമിച്ച് തുംഗഭദ്രയായിട്ട് ഒഴുകി പിന്നീട് കൃഷ്ണ നദിയിൽ ചേരുകയാണ് ചെയ്യുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ഒരു പോഷക നദി കൂടിയാണ് തുംഗഭദ്ര നദി. കേരളത്തിൽ 44 നദികളുണ്ടെന്ന് അറിയാം. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്, കേരളത്തിലുള്ള നദികളാണ് കബനി, അത് കർണാടകയിലേക്കും, ഭവാനി, പാമ്പാർ തുടങ്ങിയത് തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകൾ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 244 കിലോമീറ്റർ ഒഴുകുന്ന പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ട് കണക്കാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടുകൾ ഒന്നാണ് സൈലന്റ് വാലി. അത് കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അതുപോലെ വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംരക്ഷിത പ്രദേശമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതും പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതവും നാഷണൽ പാർക്കും ഒക്കെ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പറയോൻ അഥവാ ഡ്രാക്കോലിസ്. അത് ഈ ഒരു പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇന്ത്യയിലെ പുഷ്പിക്കുന്ന ഇനങ്ങളിൽ, അതായത് പൂക്കളുണ്ടാകുന്ന ചെടികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 1/3 ഭാഗവും ഉണ്ടാകുന്നത് പശ്ചിമഘട്ടത്തിലാണ്. 1/3 ഭാഗവും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു. ലോകത്തിലെ 18 മഹാജൈവ വൈവിധ്യ പ്രദേശങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ലോകത്തെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ സ്പോട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 18 ഉണ്ട്. അതിൽ ഒന്ന് എന്നുള്ളത് പശ്ചിമഘട്ടം തന്നെയാണ്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് കമ്മിറ്റികൾ അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളാണ്. ഒന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നറിയപ്പെടുന്നുണ്ട്. 2010 അത് തുടങ്ങിയത്. അതുപോലെ കസ്തൂരി രംഗൻ കമ്മിറ്റി 2012 ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അടുത്തതാണ് പൂർവ്വഘട്ടം അഥവാ ഈസ്റ്റേൺ ഗട്ട്സ്. പൂർവ്വഘട്ടം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഒരു പർവ്വത ശ്രേണിയാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കടന്നു പോകുന്നത്. വടക്ക് ഒറീസയിലെ മഹാനദി എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ പൂർവ്വഘട്ടം ആന്ധ്രാപ്രദേശിലൂടെ തമിഴ്നാട്ടിലെ വൈഗാ നദി വരെ എത്തി നിൽക്കുന്നു. തെക്കേ അറ്റത്തെത്തുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ചെറിയ ചെറിയ കുന്നുകളും മലകളുമായിട്ടുള്ള ഒരു കൂട്ടമായിട്ട് പൂർവ്വഘട്ടം കാണപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും തെക്കുള്ള ഭാഗത്തെ കാന്തമല കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാന്തമല കുന്നുകളാണ് ഇതിന്റെ തെക്കേ അറ്റ ഭാഗം എന്നാണ് അനുമാനിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പാലാർ നദിക്ക് വടക്ക് ഭാഗത്ത് ഈ പൂർവ്വഘട്ടം സമാന്തരമായിട്ടുള്ള നിരകളായിട്ട് കാണപ്പെടുന്നു.
ഏഷ്യൻ ആനകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ ഭാഗത്താണ്. അതുപോലെ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും കൂടെ ചേരുന്ന ഭാഗമാണ് നീലഗിരി കുന്ന്. ശരിക്കും നീലഗിരി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. ആ ഭാഗത്ത് നീലഗിരി ഭാഗത്ത് വന്നിട്ടാണ് നീലഗിരി കുന്നുകൾ അറിയപ്പെടുന്ന ഭാഗത്താണ് പൂർവ്വഘട്ടം കൊണ്ട് ചേരുന്നത്. ഗോദാവരി നദിയുടെ വടക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം പർവ്വത സ്വഭാവം ശരിക്കും കാണിക്കുന്നത്. അതായത് ഗോദാവരി നദിയുടെ വടക്ക് ഭാഗത്തപ്പോഴാണ് പൂർവ്വഘട്ടത്തിൽ ഒരു പർവ്വതത്തിന്റെ ഒരു രൂപത്തിലോട്ട് എത്തുന്നത്. അമർകോണ്ട, ഗാലിക്കോണ്ട, സിംഗ്രോം ഗുട്ട തുടങ്ങിയവയാണ് പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉയരം കൂടിയ കൊടുമുടികൾ. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ കോറമാണ്ടൽ തീരം എന്നാണ് അറിയപ്പെടുന്നത്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കോറമാണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. ഗോദാവരി നദി, മഹാനദി, കൃഷ്ണ നദി, കാവേരി നദി തുടങ്ങിയ ഒരുപാട് നദികൾ പൂർവ്വഘട്ടം മുറിച്ചുകൊണ്ടാണ്, ഈ പൂർവ്വഘട്ടത്തിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. അതുപോലെ ഈ നദികൾ തന്നെയാണ് പൂർവ്വഘട്ടത്തിന്റെ പ്രധാന നദികളും. പശ്ചിമഘട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഗോദാവരി നദിയായാലും കാവേരി നദിയായാലും കൃഷ്ണ നദിയായാലും അതുപോലെ തുംഗഭദ്ര ആയാലും ഇതെല്ലാം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നെങ്കിലും പൂർവ്വഘട്ടത്തിൽ ഒഴുകുന്ന നദികളാണ്. ഇതിൽ മഹാനദി പൂർവ്വഘട്ടത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ഛത്തീസ്ഗഡ് ഭാഗത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് മഹാനദി ഉണ്ടാകുന്നത്. പൂർവ്വഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആക്ഷൻ പ്ലാനുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിൽ ഫോർ ഗ്രീൻ റവല്യൂഷൻ സ്ഥാപിച്ച ഗ്രീൻ അലയൻസ് ഫോർ കൺസർവേഷൻ ഓഫ് ഈസ്റ്റേൺ ഘട്ട്സ്, ഗ്രേസ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് പൂർവ്വഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്. മൊഡ്യൂൾ 4ലെ അവസാന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ബയോ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു ക്ലാസ് ഞാൻ തുടങ്ങുന്നത് ഒരു കൗതുകത്തിന്റെ പുറത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത്രയും കുട്ടികൾ എന്റെ ക്ലാസ്സുകൾ കാണുമെന്നും അത് നല്ല അഭിപ്രായം പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങുമായിരുന്നു. പിന്നെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ടൈം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനില്ല. വീട്ടിൽ വന്നിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ അത് ക്ലാസ്സുകളായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അതിനോട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ 2 മൊഡ്യൂൾ മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഒരുപാട് പേര് എന്റെ ക്ലാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അത്രയും ടോപ്പിക്കുകൾ എത്തിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഈ 2 മൊഡ്യൂളിന്റെ ക്ലാസ്സുകൾ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വരാൻ പോകുന്ന HSA പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. കഴിവതും നെഗറ്റീവ് വരാതെ എല്ലാവരും നോക്കുക. നെഗറ്റീവ് ഉൾപ്പെടുത്താതെ അറിയാവുന്ന ആൻസർ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. കുറച്ച് GK നോക്കുക. അതുപോലെ തന്നെ BEdന്റെ പോർഷനും റിനൻസും കുറച്ച് നോക്കിയിട്ട് വേണം പോകാൻ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനവും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എല്ലാ വിജയ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.